ഹായ് ഹലോ വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കി, ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കി. എ മാനുഫാക്ചറിംഗ് ഫാം incurs a fixed cost of rupees 30,000. Fixed cost rupees 30,000. The variable cost is 10 per units and selling price is rupees 25. Determine the number of product to be produced so that the market price is just equal to the original cost of the product. Okay, അപ്പോൾ ഒരു ഫേം ഉണ്ട്. ആ ഫേം എന്ത് ചെയ്യാണ്? അതിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 30,000 രൂപയാണ് അല്ലേ? ഫിക്സഡ് കോസ്റ്റ് 30,000 രൂപയാണ്. അതിൻ്റെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ₹10 പെർ യൂണിറ്റ്സ്. ഒരു യൂണിറ്റിന് 10 റുപ്പീസ് വെച്ചിട്ടാണ്. എത്ര യൂണിറ്റ്സ് ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു യൂണിറ്റ്സിന് 10 റുപ്പീസ് വെച്ചിട്ടാണ് അവൻ്റെ അല്ലേ അവൻ്റെ വേരിയബിൾ കോസ്റ്റ്. ദെൻ അവൻ്റെ സെല്ലിംഗ് പ്രൈസോ ₹25 പെർ യൂണിറ്റ്സ് എന്നാണ് കേട്ടോ. ₹25 പെർ യൂണിറ്റ്സ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ്സിന് 25 രൂപ വെച്ചിട്ടാണ് അവൻ്റെ സെല്ലിംഗ് പ്രൈസ്. ദെൻ ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ്. എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു സോ ദാറ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഈസ് ജസ്റ്റ് ഈക്വൽ ടു ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ്. മാർക്കറ്റ് പ്രൈസ് എന്താകണം? ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ആകണം. ഓക്കെ, ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമുക്കറിയാം, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ കോസ്റ്റ് ചേരുന്നതാ? ഫിക്സഡ് കോസ്റ്റും അതുപോലെ വേരിയബിൾ കോസ്റ്റും കൂടെ ചേരുന്നതാണ്. എന്താ ടോട്ടൽ കോസ്റ്റ്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടെ ചേരുന്നതാണ്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് എത്രയാ? ഫിക്സഡ് കോസ്റ്റ് 30,000. ഓക്കെ, പ്ലസ് വേരിയബിൾ കോസ്റ്റോ ₹10 പെർ യൂണിറ്റ്സാ. നമുക്ക് എത്ര ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ്, നമുക്ക് അതാ വേണ്ടത്. എത്ര പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കി എന്നാണ്. ഒരു പ്രോഡക്റ്റിന് 10 രൂപ വെച്ച് എക്സ് പ്രോഡക്റ്റ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? 10 അല്ലേ? 20 ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ 30,000 പ്ലസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന 10 ആണ്. 10 യൂണിറ്റ്സ് പെർ അല്ലെ പെർ യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിന് 10 രൂപ വെച്ച് എക്സ് യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ 10x അതാണ് നമ്മുടെ എന്ത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ദെൻ നമ്പർ ഓഫ് ഐറ്റം അല്ലേ, നമുക്ക് എക്സ് ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് 25 പെർ യൂണിറ്റാ. ഒരു യൂണിറ്റിന് 25 രൂപ വെച്ചിട്ടാ വിറ്റ്. അപ്പൊ നമ്മൾ എക്സ് യൂണിറ്റ് ഉണ്ടാക്കിയെങ്കിൽ എത്ര രൂപയായിരിക്കും ടോട്ടൽ സെല്ല് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ മൊത്തം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 25x രൂപയായിരിക്കുമല്ലോ. ഒരു യൂണിറ്റിന് 25 വെച്ച് എക്സ് ഐറ്റം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 25x ആയിരിക്കും ടോട്ടൽ കോസ്റ്റ്. ആ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് അല്ലേ. ദെൻ മാർക്കറ്റ് പ്രൈസ് ഈസ് ജസ്റ്റ് ഈക്വൽ ടു ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ കോസ്റ്റ്, ഇതാണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസും നമ്മുടെ ഒറിജിനൽ പ്രൈസും തുല്യമാണെങ്കിൽ അവന്റെ എക്സ് കണ്ടുപിടിക്കാനാ ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടല്ലോ? ക്വസ്റ്റ്യൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് മാത്രം നോക്കേണ്ടേ. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ഒരു എക്സ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ജസ്റ്റ് അവൻ ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ എന്താവും? 25x മൈനസ് 10x. 25x മൈനസ് 10x ആവുമ്പോൾ ബാക്കി 15x. 15x എന്ന് പറയുന്നത് 30,000. 15x 30,000. ഒരു എക്സോ ഇത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 2 അടുത്ത് 3 0. വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഒന്നാമത്തെ ചോദ്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമല്ലേ? ക്ലിയർ? എനി ഡൗട്ട്? ₹2,000 ഈസ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് സ്പീഡ് ഓഫ് ദ ഫൈറ്റർ ജെറ്റ് ഇൻ കിലോമീറ്റർ പെർ അവർ? ഫൈറ്റർ ജെറ്റിന്റെ സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണ് നമുക്ക് വേണ്ടത്. കിലോമീറ്റർ പെർ അവർ.
ഇഫ് ഇറ്റ് ഈസ് ഫ്ലൈയിങ് അറ്റ് മാക് 3, മാക് 3 സ്പീഡിനെ പറയുന്ന പേരാണ് മാക് 3. മാക് 3യിലാണ് മാക് 3, 4, 5 പോവും അല്ലെ. മാക് സ്പീഡാണ് കേട്ടോ, സ്പീഡിന്റെ സാധനം. അപ്പോൾ ഈ മാക് 3നെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാനാ? കിലോമീറ്റർ പെർ അവറിൽ കൺവേർട്ട് ചെയ്യാനാ നമ്മുടെ ചോദ്യം. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. മാക് 3നെ അല്ലെങ്കിൽ മാക്കിനെ എന്തിലോട്ടാക്കുക? കിലോമീറ്റർ പെർ അവർ ആക്കാൻ. വളരെ സിമ്പിളാണ്. മാക്കിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? മാക്കിനെ ഇൻറ്റു 1, 2, 3, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. എന്താ? മാക്കിനെ ഇൻറ്റു 1, 2, 3, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? കിലോമീറ്റർ പെർ അവറിൽ ഉത്തരം കിട്ടും. എന്താ എനിക്ക് കിട്ടുന്ന? മാക്കിനെ 1, 2, 3, 5 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം കിലോമീറ്റർ പെർ അവറിൽ കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, ഈസി. ദെൻ നോക്കാം. മാക് 3 അല്ലേ? 3നെ 1, 2, 3, 5 മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് അപ്രോക്സിമേറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏകദേശം മതി അപ്രോക്സിമേറ്റ്. ഇത് 0.1, 2, 3, 5 അല്ല, 3, 4 സംതിങ് വരുന്നേ അല്ലെ, 3, 2 സംതിങ് വരുന്നേ. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് നമ്മൾ എടുക്കുമ്പോൾ 1235 നമ്മൾ എടുക്കുന്നത്. കണക്ക് ചെയ്യാൻ എളുപ്പം അതാണ് കേട്ടോ. 3, 5 എടുത്ത് നമ്മൾ കണക്ക് ചെയ്താൽ മതി. നമ്മൾ അല്ലാതെ അപ്രോക്സിമേറ്റ് വാല്യൂ ഒന്നും കാണാതെ പഠിച്ച് വെച്ചിരിക്കണ്ട. മൾട്ടിപ്ലൈ ചെയ്യാം. 3, 5, 15, 1, 3, 3, 9, 1, 10, 1, 2, 3, 6, 1, 7, 1, 3, 3705. അപ്രോക്സിമേറ്റ് അല്ലേ വേണ്ടേ? ഇത് ആണോ? അല്ല. ഇതാണോ? അല്ല. 3704 വിച്ച് ഈസ് കറക്റ്റ്. നമുക്ക് അപ്രോക്സിമേറ്റ് വേണ്ടേ? നമുക്ക് 3705 കിട്ടിയ ഏറ്റവും അടുത്ത് കിടക്കുന്ന 3704 വിച്ച് ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈസി. നമ്മൾ അല്ലാതെ പോയിന്റ് ഒന്നും ഇട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. എന്ത് ചെയ്യുക? ഇത് മാത്രം നോക്കുക. 1235 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, മാക്കിനെ കിലോമീറ്റർ പെർ അവർ ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് വേറെ ഒന്നും വേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാമല്ലോ. നെക്സ്റ്റ്. ഓക്കെ, ഓൺ എക്സ്പ്രസിങ് ദ ഡെസിമൽ ആസ് എ ഫ്രാക്ഷൻ ഗീവ്സ്. യവനെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് ചെയ്യണം. ഓക്കെ, എങ്ങനെ ചെയ്യുമെന്നാണ്. ഒരുപാട് ടൈപ്പ് ചോദ്യമുണ്ട് ഇതുപോലെ. എങ്ങനെ നമുക്ക് ഇവനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. 0.121212 എക്സെട്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങൾ ബൈ 100 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരവൊന്നും കിട്ടാൻ പോകുന്നില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ കിടക്കുന്ന ഉത്തരവൊന്നും വരാൻ പോകുന്നില്ല. ഇവനെ ചെയ്താൽ നമുക്ക് 0.1212 കിട്ടുള്ളൂ. കാരണം ഇത് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ ആ പ്രശ്നം. കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ നിന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഇത് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതൊന്നും നമുക്ക് വരത്തില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരെ ചെയ്യുന്നതാണ് കേട്ടോ. ആദ്യം നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. തന്നിട്ടുള്ള നമ്പറിന് ജസ്റ്റ് ഒന്ന് എക്സ് എന്ന് എടുക്കുക. ഓക്കെ, പറ്റുമല്ലോ. തന്നിട്ടുള്ള നമ്പറിന് എക്സ് എന്ന് എടുക്കുക. റെപ്പറ്റീഷൻ ഏത് തൊട്ടാ? 12 തൊട്ടാ റെപ്പറ്റീഷൻ. 12, 12, 12, 12 2 ടേം വെച്ചിട്ട് ആ റെപ്പറ്റീഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെടുത്തു? 100x എടുക്കുകയാണ്. 100x. അങ്ങനെയാണെങ്കിൽ എന്താവും? ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12, 12, 12 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, എവനെന്ന് പറയുന്നത് ഒരു 100 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? എവൻ 12 പോയിന്റ് സംതിങ് കേട്ടോ. റെപ്പറ്റീഷൻ എത്രയാണെന്ന് നോക്കുക. അത്രയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഇനി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 100xൽ നിന്ന് ഈ എക്സിനെ മൈനസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. 100xൽ നിന്ന് യവനെ മൈനസ് ചെയ്യുക. ഇതിൽ നിന്ന് യവനെ മൈനസ് ചെയ്യുക, കുറയ്ക്കുക. യവനിൽ നിന്ന് അവനെ കുറയ്ക്കുമ്പോൾ 99x ഈസ് ഈക്വൽ ടു ഈ പോയിന്റ് കഴിഞ്ഞ് വരുന്ന സാധനമല്ലേടാ യവൻ. പോയിന്റ് കഴിഞ്ഞ് സെയിം സാധനമല്ലേ. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവനെ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ബാക്കി 12. ബാക്കി 12 മാത്രമേ ഉള്ളൂ. ഈസി. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് ആ വാല്യൂ വേണ്ടേ? 12/99 വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. 12/99. നമുക്ക് അഥവാ ആൻസറിൽ ഓപ്ഷനിൽ ഇപ്പം 3 കൊണ്ട് കട്ട് ചെയ്തിട്ടാണെങ്കിൽ 4/33 ആണെങ്കിൽ അതായിരിക്കും ആൻസർ. പക്ഷെ 4/33 ഇല്ല, നമുക്ക് ഇതിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് വിച്ച് ഈസ് കറക്റ്റ് ആൻസർ. 12 ഇതിലേത് വന്നാലും ആൻസർ. ഓക്കെ, 4/33 ഉണ്ടാലും ഇത് വന്നാലും ആൻസർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതുപോലത്തെ ഏത് ചോദ്യം ഇപ്പൊ 3 ടേം വെച്ചിട്ടാണെങ്കിൽ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രേ ഉള്ളൂ. ഇവിടെ 3 ടേം വെച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. തമ്മിൽ കുറയ്ക്കുക. 100x മൈനസ് 1x എന്ന് പറയുന്നതാണ് ഇവിടെ ബാക്കി. 12.1212 എക്സെട്രയിലെന്ന് ആരെ കുറയ്ക്കുന്നത്? 0.1212നെ കുറയ്ക്കുമ്പോൾ നമുക്ക് 12 വന്ന് കിട്ടും കേട്ടോ. 12 100x. അപ്പോൾ ഇത് 99x ആണ് 12. ഇതാണ് അതിൻ്റെ. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. വളരെ സിമ്പിളാണ്. ഇതുപോലത്തെ ഏത് ചോദ്യം വന്നാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും.
Okay, clear? Next question. Okay, 12/99, which is the correct answer. Then റൂട്ടിൻ്റെ വാല്യൂ കാണാനാണ് ചോദ്യം. റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ റൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് റൂട്ട് 441 അറിയാം, റൂട്ട് 169 അറിയാം. പക്ഷെ അവിടെ പോയിന്റ് വന്നു എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലേ? പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ഒരു ചോദ്യത്തിൽ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. റൂട്ട് 441.1 ബൈ 169. by 0.169. ഒന്ന് നോക്കിയേ, മുകളിൽ എത്ര പോയിന്റ് ഉണ്ട്? എത്ര സ്ഥാനം മാറി? 1. താഴെയോ? 3. അപ്പോൾ മുകളിൽ താഴെ 3, മുകളിൽ 1. ഡിഫറൻസ് എത്രയാ? 2, 0, 2 അല്ലേ? ഡിഫറൻസ് എന്ന് പറയുന്നത് 2. ഇവിടെ 1 എണ്ണം, ഇവിടെ 3 എണ്ണം. വ്യത്യാസം 2 എണ്ണത്തിന്റെ വ്യത്യാസം. അങ്ങനെ 2 എണ്ണത്തിന്റെ വ്യത്യാസമാണെങ്കിൽ പോയിന്റ് മാറ്റാനായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. പോയിന്റ് മാറ്റാനായിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ശ്രദ്ധിച്ചോളണേ. പോയിന്റ് മാറ്റാൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇവിടത്തെ പോയിന്റ് അത്രയൊന്ന് മാറ്റി കൊടുക്കുക. 169 ഇവിടുത്തെ പോയിന്റും ഇവിടുത്തെ പോയിന്റും ഒന്ന് മാറ്റി കൊടുക്കുക. പോയിന്റ് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 441/169 റൂട്ട് എന്ന് വരും. മുകളിൽ 1 പോയിന്റ്, താഴെ 3 പോയിന്റ്, ഡിഫറൻസ് 2 പോയിന്റ്. അപ്പോൾ മുകളിൽ 2 പോയിന്റ് കുറവാണ് അല്ലേ? താഴെയാണ് കൂടുതൽ, പോയിന്റ് കൂടുതൽ താഴെയാണ്. അതുകൊണ്ട് നമുക്ക് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നമുക്ക് 2 പോയിന്റിന്റെ കുറവുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ 2 0 അങ്ങ് ആഡ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒന്നുമില്ല. എവിടെയാണോ പോയിന്റ് കുറവുള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും 0 അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ബാക്കി എല്ലാം ഈസിയാണ്. മുകളിൽ 2 പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറവുള്ളടുത്ത് 2 0 അങ്ങ് ആഡ് ചെയ്യും. ഇപ്പൊ താഴെയാണ് കുറവെങ്കിൽ താഴെ 0 ആഡ് ചെയ്യും. അത്രേ ഉള്ളൂ. എത്രയാണോ കുറവെന്ന് നോക്കുക, അത്രയും സീറോസ് ആഡ് ചെയ്യുക. 2 0 കുറവ്, അപ്പൊ നമ്മൾ 2 0 ആഡ് ചെയ്തു. ഇനി നോക്കാം. ഇനി ഈസിയാണ്. നോക്കിക്കേ, 441ന്റെ റൂട്ട് 21, 2 0 ഉണ്ടെങ്കിൽ 1 0 ബൈ 169 13. 2 0 ഉണ്ടെങ്കിൽ 1 0 എടുക്കുക. 441 റൂട്ട് ഉണ്ട് 21, 169ന്റെ റൂട്ട് 13. ഇനി അവനൊന്ന് ഡിവൈഡ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ആണ്. ഓക്കെ, ഇതിലേതെങ്കിലും ആയിരിക്കും അല്ലെ? 16 ഇതൊക്കെ ആയിരിക്കും ആൻസർ. നോക്കാം നമുക്ക്. 1 13 13, 1 13 13, ബാക്കി എത്രയാടാ? 8 80. 80 ആവുമ്പോൾ ബാക്കി ഒരു 6 13 78. 6 13 78. റിമൈൻഡർ എത്രയുണ്ട് 80-ല്? റിമൈൻഡർ 2 ഡിവൈഡഡ് ബൈ 13, വിച്ച് ഈസ് ദ ആൻസർ 16 2/3. 210/13. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ? വളരെ ഈസി അല്ലേ? ഇതെല്ലാം നമ്മുടെ പ്രീവിയസ് ഇയർ നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ആൻസർ ഈസ് സി. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. പെട്ടെന്ന് നോക്കിയേ, 5th ക്വസ്റ്റ്യൻ. The perimeter of a right triangle is 24 meter. Its hypotenuse is 10. Then the area of the triangle. അവനെയാ വേണ്ടേ. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ്. ഓക്കെ, ബേസിക്സിലോട്ട് നമുക്കൊന്ന് പോവാം. മെൻസുറേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു ട്രയാങ്കിൾ ഉണ്ട്, റൈറ്റ് ട്രയാങ്കിൾ ആണുള്ളത്. ഈ റൈറ്റ് ട്രയാങ്കിളിലെ പെരിമീറ്റർ എന്ന് വെച്ചാൽ ഇവന്മാരുടെ എല്ലാത്തിൻ്റെ, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, എല്ലാം കൂടെ കൂട്ടുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എല്ലാം കൂടെ കൂട്ടുമ്പോൾ 24 ആണ് ചുറ്റളവ്. ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ് ഈസ് 10. എടാ അങ്ങനെയാണെങ്കിൽ അവൻ എത്രയാടാ? അവൻ 10 ആണ്. അപ്പോൾ സീൻ്റെ ആവശ്യമുണ്ടോ? സി ഇല്ല. ഓക്കെ, അവൻ 10.
അങ്ങനെയാണെങ്കിൽ എയും ബി ഇത് 10 അല്ലേ, അപ്പൊ എയും ബിയും കൂടെ കൂട്ടുന്നത് എത്രയായിരിക്കും? ചുറ്റളവ് 24, അങ്ങനെയാണെങ്കിൽ 10 ആണ്, അപ്പൊ ബാക്കിയുള്ള രണ്ടുപേരും കൂടെ 14 ആയിരിക്കും. ഓക്കെ, ഇസ് ഇറ്റ് കറക്റ്റ്? അതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പൊ ഇതുവരെയായി. ദെൻ ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, നമുക്ക് ഏരിയ വേണ്ടേ? ഏരിയ, ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ആരാ? എ. ഹൈറ്റ് ആരാ? ബി. ഇതാ നമുക്ക് വേണ്ടേ. അപ്പൊ നമുക്ക് എ ബി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹാഫ് ഇൻറ്റു എ ബി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ഉള്ളത് എ പ്ലസ് ബി ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എവന്മാരെ കണക്ട് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ആകപ്പാടെ നമ്മുടെ കയ്യിലുള്ളത് എയും ബിയും കൂടെ കൂട്ടുമ്പോൾ 14 ആണ്. അത് മാത്രമേ നമ്മുടെ കയ്യിലായിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നുണ്ടല്ലോ. റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? അവൻ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയെങ്കിൽ നമുക്കറിയാം പൈതഗോറസ് തിയറം എന്തുവാ? ബേസ് സ്ക്വയർ, ബേസ് എന്ന് പറയുന്നത് എ, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. 10ന്റെ സ്ക്വയർ 100. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് എ പ്ലസ് ബി ഉണ്ട്, ഇവിടെ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. എടാ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. എന്താ കണക്ട് ചെയ്യുന്ന ഫോർമുല? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്തുവാ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഒരിക്കലും നമുക്ക് ഇങ്ങനെ എഴുതാൻ പാടില്ല. എഴുതുമ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പാടുള്ളൂ. പക്ഷേ ഈ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അത് ബൈനോമിയൽ എക്സ്പാൻഷന്റെ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് ഒരിക്കലും നമ്മൾ എക്സ്പാൻഷൻ ഇങ്ങനെ എഴുതാൻ പാടില്ല. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അങ്ങനെ എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ഈ ചോദ്യം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ മാറ്റുന്നതാണ് കേട്ടോ. നോക്കാം. എ പ്ലസ് ബി എത്രയാ? 14. അവന്റെ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എത്രയാ? 100 പ്ലസ് 2ab 196 ഈക്വൽ ടു 100 പ്ലസ് 2ab. അതിൽ നിന്ന് 100 ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 196 മൈനസ് 100 96 ഈസ് ഈക്വൽ ടു 2ab. എടാ, അങ്ങനെയാണെങ്കിൽ എ ബി എത്രയാടാ? എ ബി എന്ന് പറയുന്നത് 2 കൊണ്ട് നേരെ ഡിവൈഡ് ചെയ്യുക. അപ്പം എന്താവും? 48 ആകും. എ ബി 48, എ ഇൻറ്റു ബി 48 അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48. നമുക്ക് വേണ്ട എന്താ? ഏരിയ. ഹാഫ് എ ബി അല്ലേ? ഏരിയ ഹാഫ് എ ബി. അങ്ങനെയാണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 48 എത്രയാ? 24, വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. 24 മീറ്റർ സ്ക്വയർ. സ്റ്റെപ്പ് എഴുതുമ്പോൾ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടെന്നേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. നമുക്ക് എക്സാം സമയത്ത് നമുക്ക് ഇത്രയും ആൾക്കാരൊന്നും വേണ്ട. ഈ ഒരു പ്രോപ്പർട്ടി മാത്രം പഠിച്ചു വെച്ചിരിക്കുക, പെട്ടെന്ന് എഴുതി അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അതുപോലെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല രണ്ടുപേരും ഉണ്ടെങ്കിൽ നമുക്ക് പെരിമീറ്ററിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പെരിമീറ്ററിൽ നിന്ന് ഏരിയ. ഈസ് ഇറ്റ് ഓക്കെ? ക്ലിയർ? ഓക്കെ, ഈസി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 24. The angle of elevation of a tree from a point on the level ground 15 meter from its base is 45 degree. The height of the tree. ട്രീൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇതുപോലത്തെ ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കുക. നമുക്ക് ആദ്യം വേണ്ടത്. ഓക്കെ, the angle of elevation of a tree from a point on the level ground 15 meter from its base. അപ്പോൾ ഒരു ട്രീ ഉണ്ട് ഇവിടെ, ഒരു ട്രീ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. അതില് ആ ട്രീന്റെ ബേസിൽ നിന്ന് 15 മീറ്റർ അകലെ, ഇവിടെ 15 മീറ്റർ അകലെ, the angle of elevation of a tree from a point of the level ground 15 meter from its base is 45 degree. ഇവിടുന്ന് നോക്കുന്ന എലവേഷൻ, ട്രീന്റെ ടോപ്പില് അല്ലെ നോക്കുന്ന എലവേഷൻ എത്രയാണ്? 45 ഡിഗ്രി ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രീ അല്ലെ? ഇവിടെയാണ് നമ്മുടെ ട്രീ നിൽക്കുന്നത്. നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എലവേഷനിൽ നോക്കുമ്പോൾ ഉള്ള അവൻ്റെ ഇതാണ് 45 ഡിഗ്രി. ബേസിൽ നിന്ന് 15 മീറ്റർ അകലെയുമാണ്. അങ്ങനെയാണെങ്കിൽ ദ ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ട്രീ കണ്ടുപിടിക്കാൻ പണ്ട് 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു കാണും. നമ്മളൊരു ആളെ പഠിച്ചിട്ടുണ്ട്. ഏതാ? ട്രിഗണോമെട്രിയിൽ ഒരു സാധനം പഠിച്ചിട്ടുണ്ട്.
ഇതേ സെയിം ക്വസ്റ്റ്യൻ അവിടെ നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയതെല്ലാം. 45 ഡിഗ്രി ട്രീ 90 ഡിഗ്രിയിലേക്ക് ചരിഞ്ഞൊന്നും നിൽക്കുന്ന ട്രീ അല്ല, ഇത് 90 ഡിഗ്രിയിൽ നിൽക്കുന്ന ട്രീ ആണ്. എല്ലാ ട്രീയും 90 ഡിഗ്രിയിലായിരിക്കും, ബിൽഡിങ് 90 ഡിഗ്രിയിലായിരിക്കും, അല്ലാതെ വേറെ ഒരു ഡിഗ്രിയിൽ നിൽക്കില്ല. ഇത് 90, അങ്ങനെയാണെങ്കിൽ അവൻ എത്ര? 45. ഓക്കെ, ക്ലിയർ. നമ്മൾ അവിടെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. 45 ഡിഗ്രി 90 ഡിഗ്രി ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിളിൽ 45 ഡിഗ്രി 90 ഡിഗ്രി ഉള്ള റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ് തമ്മിലുള്ള റേഷ്യോ 1:1:√2 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻറ്റ്. 45 90 സൈഡ് തമ്മിലുള്ള റേഷ്യോ 1:1:√2 ആയിരിക്കും. എന്ന് വെച്ചാൽ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 ആയിരിക്കും, 90ക്ക് ഓപ്പോസിറ്റ് √2 ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 1 ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ √2. അപ്പൊ ഇത് 2 ആണെങ്കിലോ യവൻ 2 ആയിരിക്കും, ഇത് 2√2 ആയിരിക്കും. ഇത് 10 ആണെങ്കിലോ യവൻ 10 ആയിരിക്കും, യവൻ 10 ആയിരിക്കും, യവൻ 10√2 ആയിരിക്കും. അത്രേ ഉള്ളൂ കോൺസെപ്റ്റ്. വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഒരാള് യവനും സെയിം ആയിരിക്കും, അവനെ √2 ചെയ്യുന്നതാണ് അത്. ഓക്കെ, ദെൻ ഇതേ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കേ എങ്ങനെ ചെയ്യാമെന്ന്. 45 ഓപ്പോസിറ്റ് 15. നമുക്കറിയാം 45 90 ആണ്. ഈ 45 ഓപ്പോസിറ്റ് 15 ആണെങ്കിൽ ഈ 45 ഓപ്പോസിറ്റ് ആരായിരിക്കും? ഉറപ്പായിട്ടും 15 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ 15 മീറ്റർ, വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. അഥവാ നമുക്ക് ഈ ദൂരമാണ് വേണ്ടെങ്കിലോ അത് ഉറപ്പായിട്ടും 15√2 ആയിരിക്കും. കണക്ക് ചെയ്യേണ്ട, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യേണ്ട, വേറെ ഒന്നും ചെയ്യേണ്ട, വളരെ ഈസി. ഓക്കെ, ഇസ് ഇറ്റ് കറക്റ്റ്? ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക, രണ്ടാമത് ട്രയാങ്കിൾ ഉണ്ട്, 30 60 90 ഉള്ള ട്രയാങ്കിൾ. അവന്റെ സൈഡ് തമ്മിലുള്ള റേഷ്യോയും കൂടെ പഠിച്ചു വെക്കുക. 1:√3:2 ആണ്. ഡൗട്ട് ഇവിടെ വരുമ്പോ എങ്ങനെയാണെന്ന് നോക്കാം. 30 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് √3 ആണ്, 90 ഓപ്പോസിറ്റ് 2 ആണ്. ഇത്രയേ ഉള്ളൂ, ഇത്രയും ഓർത്താൽ മതി. 30 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ അവന്റെ ഇരട്ടി ആയിരിക്കും 90 ഓപ്പോസിറ്റ് വരിക. ക്ലിയർ? 30 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ അവന്റെ ഇരട്ടി ആയിരിക്കും 90 ഓപ്പോസിറ്റ് വരിക. 30 ഓപ്പോസിറ്റ് ഉള്ളവന്റെ √3 ആയിരിക്കും 60 ഓപ്പോസിറ്റ് വരിക. അത്രേ ഉള്ളൂ. 30 ഓപ്പോസിറ്റ് ഉള്ളവന്റെ √3 ആയിരിക്കും 60 ഓപ്പോസിറ്റ്, 30 ഓപ്പോസിറ്റ് ഉള്ളവന്റെ ഇരട്ടി ആയിരിക്കും 90. അപ്പൊ 30 ഓപ്പോസിറ്റ് ഉള്ള ആള് 10 ആണെങ്കിൽ 90 ഓപ്പോസിറ്റ് ഉള്ളവനോ ഇരട്ടി 20. അപ്പൊ 60 ഓപ്പോസിറ്റ് ഉള്ളവനോ 10ന്റെ √3 ആയിരിക്കും. ഡൗട്ട്? അല്ല, 90 ഓപ്പോസിറ്റ് ഉള്ളവൻ ഒരു 8 എന്ന് തന്നിട്ടുണ്ട്. 90 ഓപ്പോസിറ്റ് ഉള്ളവൻ 8 ആണ്. അങ്ങനെയാണെങ്കിൽ 30 ഓപ്പോസിറ്റ് ഉള്ളവനോ അവന്റെ പകുതി 4. എന്നാൽ 60 ഓപ്പോസിറ്റ് ഉള്ളവനോ 4√3. ഇത്രയേ ഉള്ളൂ. ഇതാണ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യവും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇസ് ഇറ്റ് കറക്റ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15 is the correct answer. Then the diagonal of a cube is 10√3 meter. Its volume, അവന്റെ വോളിയം കണ്ടുപിടിക്കുക. അപ്പോൾ ഡയഗണൽ ആണ് തന്നിട്ടുള്ളത്. വീണ്ടും മെൻസുറേഷൻ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡയഗണൽ തന്നിട്ടുണ്ട്. ഒരു ക്യൂബ് ഫിഗർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, നിങ്ങൾ വരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഫോർമുല മാത്രം ചെയ്യാവുന്ന ചോദ്യമായത് കേട്ടോ. ഇവന്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഒരു എൻഡിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് കോർണറിലോട്ടുള്ള ദൂരമാണ് നമ്മുടെ ഡയഗണൽ എന്ന് പറയുന്നത്. അവന്റെ ഡയഗണൽ ഇതാണ് നമ്മുടെ ഡയഗണൽ. ഈ ഡയഗണൽ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് a√3 ആണ്. ഒരു ക്യൂബിന്റെ ഡയഗണൽ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഈസ് d = a√3. a എന്ന് വെച്ചാൽ സൈഡ്, ഇത് a, ഇതാണ് a സൈഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയഗണൽ ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് 10√3 അല്ലേ? നമുക്കറിയാം അതാരാണ്? a√3 ആണ്. √3 സെയിം. അങ്ങനെയാണെങ്കിൽ a എന്ന് പറയുന്നത് ആരാണ്? 10. അപ്പൊ നമുക്ക് സൈഡ് കിട്ടി 10. നമുക്ക് അവന്റെ വോളിയം അല്ലേ വേണ്ടേ? ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല വോളിയം ഓഫ് എ ക്യൂബ്. ഒരു ക്യൂബിന്റെ വോളിയം ഈസ് a ക്യൂബ്. ദെൻ 10ന്റെ ക്യൂബ്, 10ന്റെ ക്യൂബ് which is 1000 meter cube is the right answer. Okay. പ്രശ്നമുണ്ടോ? വളരെ ഈസി അല്ലേ? ജസ്റ്റ്
ഒരു 2 ഫോർമുല പഠിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1000 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇറ്റ് ഈസ് സിംപ്ലിഫൈഡ് ടു. ഇവനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം, അതാണ് നമ്മുടെ ചോദ്യം. ഒന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാമല്ലോ, നോക്കാം എങ്ങനെ നമുക്ക് ഇവനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ആക്ച്വലി ഇത് ഡിനോമിനേറ്ററിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ കിടക്കും ചോദ്യം, കുറച്ച് വലിയ ചോദ്യമാണ്. ഡിനോമിനേറ്ററിൽ ആൾക്കാരൊക്കെ ഉണ്ട്, ഇവനുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവനെ ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പം അല്ലേ. ഡിനോമിനേറ്ററിൽ റൂട്ട് വരാതിരുന്ന് കഴിഞ്ഞാൽ മതി. ഡിനോമിനേറ്റർ നമ്പർ ആണെങ്കിൽ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ മാറ്റിയിട്ട് എന്താക്കുക, റൂട്ട് മാറ്റിയിട്ട് നമ്പർ ആക്കുക, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എങ്ങനെ നമുക്ക് അവനെ ഡിനോമിനേറ്റർ മാറ്റിയിട്ട് റൂട്ട് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ജസ്റ്റ് ആദ്യം അവിടെ 2 + √2 ഉണ്ട്. 2 + √2 അവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. പ്ലസ് 1/2 + √2. അടിയിൽ എന്തുണ്ട്, √2 ഉണ്ട്. നമുക്ക് √2നെ മാറ്റണ്ടേ, √2നെ മാറ്റണം. √2 മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. എന്നാലേ നമുക്ക് എന്താവുള്ളൂ, റൂട്ട് മാറുള്ളൂ. അല്ലാതെ നമുക്ക് വേറൊരു മാർഗ്ഗമില്ല. എന്താ, ഇതുപോലത്തെ ഒരാളുടെ റൂട്ട് മാറണമെങ്കിൽ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്താ അവന്റെ കോൺജുഗേറ്റ്, നടുക്കുള്ളതിന്റെ ചിഹ്നം മാറ്റി കൊടുക്കുന്നതാണ് അവന്റെ കോൺജുഗേറ്റ്. അത്രേ ഉള്ളൂ, നടുക്കുള്ളതിന്റെ ചിഹ്നം മാറ്റി കൊടുക്കുക. എന്ന് വെച്ചാൽ 2 + √2 ആണെങ്കിൽ അവന്റെ ചിഹ്നം മാറ്റുക, 2 - √2. അപ്പോൾ 2 - √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. നെക്സ്റ്റ്, ഇനി ഇപ്പുറത്ത് ഒരാളുണ്ടല്ലോ സെപ്പറേറ്റ്, അപ്പുറത്ത് 1/√2 - 2. കോൺജുഗേറ്റ് അല്ലെ, അടിയിൽ റൂട്ട് ഉണ്ട്, റൂട്ടിനെ മാറ്റണമെങ്കിൽ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇവിടെയും കോൺജുഗേറ്റ് എന്ന് പറയുന്ന ആരാ, √2 - 2 ആ, നടുക്കത്തവന്റെ ചിഹ്നം മാറ്റുക, പ്ലസ്. അപ്പൊ എന്താവും, √2 + 2 × √2 + 2. കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇനി ഇവനിൽ മാറ്റമൊന്നുമില്ല, 2 + √2 തന്നെയാണ്, പ്ലസ്. അവനെ ഒന്ന് മാറ്റാം, മുകളിൽ 2 - √2 തന്നെയാണ്, ബൈ a + b a - b. നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, a + b × a - b വിച്ച് ഈസ് a² - b². പഠിച്ചിട്ടുണ്ടല്ലോ, a² - b². ദെൻ 2² - √2ന്റെ സ്ക്വയർ, 2² - √2ന്റെ സ്ക്വയർ. ദെൻ 4 - √2 സ്ക്വയർ, റൂട്ടും സ്ക്വയറും കട്ടിയായി ബാക്കി എത്രയാ, 2. ദെൻ വിച്ച് ഈസ് 2. അപ്പോൾ ഇവിടെ എന്ത് വരും, ഡിനോമിനേറ്ററിൽ 2 എന്ന് വന്നു. ഓക്കെ, ദെൻ പ്ലസ് എവിടെയും √2 + 2 മുകളിൽ അവിടെ ഉണ്ട്, ബൈ ഇവിടെ വരുമ്പോൾ a² അല്ലെ, a - b × a + b, a² - b². √2ന്റെ സ്ക്വയർ മൈനസ് 2ന്റെ സ്ക്വയർ, റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി, 2 - 4, 2 - 4 വിച്ച് ഈസ് -2. ഓക്കെ, അവനും പോയി അല്ലെ, -2. അപ്പൊ ഇതും കിട്ടി. ഓക്കെ, ഇവൻ അതേപോലെ തന്നെയുണ്ട്, ഇവൻ അങ്ങനെ തന്നെ എഴുതാം. പ്ലസ് ഡിനോമിനേറ്റർ രണ്ടും സെയിം അല്ല. നമുക്കിവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, ഈ മൈനസിന് വേണമെങ്കിൽ നമുക്ക് എവിടെ കൊണ്ടുപോകാം, ഈ മൈനസിനെ മാറ്റിയിട്ട് നമുക്ക് നേരെ ഇതാ ഇവിടെ കൊണ്ടാക്കാം. ഈ പ്ലസ് മാറ്റിയിട്ട് എന്താക്കാം, ആ മൈനസിനെ നമുക്ക് ഇവിടെ ആക്കാം. ഓക്കെ, ഇനി ഡിനോമിനേറ്റർ ഇപ്പം രണ്ടും സെയിം അല്ലേ. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററുകൾ ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാനാണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാം. നമുക്ക് പഠിച്ചിട്ടുണ്ട് 2 - √2 മൈനസ് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് കൊടുക്കണം, √2 + 2. ഓക്കെ, ദെൻ 2 + √2 പ്ലസ് എവനെ 2 - √2 -√2 -2 by 2. Okay, 2 - 2 cancel, -2 -√2 -√2 എത്രയാവും. ഓക്കെ, ഞാൻ ജസ്റ്റ് സെപ്പറേറ്റ് ഒന്ന് എഴുതുകയാണേ. ഇവിടെ 2 + √2 ഉണ്ട്, അവിടെ പ്ലസ്. ഓക്കെ, -√2 -√2 അങ്ങനെയാണെങ്കിൽ -2√2 by 2. എടാ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ √2 - √2 എവനും ക്യാൻസൽ ആയോ.
അല്ലെ √2 മൈനസ് √2 ക്യാൻസൽ ആയി, ബാക്കി ആരാ ഉള്ളത് ഇനി വിച്ച് ഈസ് 2, വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റിനുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.